ജില്ലയിൽ ലഹരിമരുന്ന് സംഘങ്ങളെ പിടികൂടുന്നതിനായി പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്തിയ കർശനമായ പരിശോധനകളിൽ ജില്ലയിലുടനീളം 139 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് വ്യക്തമാക്കി. നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സിബി, തിരൂർ ഡിവൈഎസ്പി AM സിദ്ദിഖ് എന്നിവർ വാർത്താസമ്മേളനത്തിലാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഇതുവരെയുള്ള പുരോഗതിയും പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ വിവരങ്ങളും വിശദീകരിച്ചത്. വ്യത്യസ്തമായ ലഹരി കേസുകളിലായി ഇതുവരെ 165 പ്രതികളെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വൻതോതിലുള്ള മാരക ലഹരി വസ്തുക്കളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. 95 ഗ്രാം MDMA, 3/4 കിലോയോളം കഞ്ചാവ്, 1.82 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ പിടിച്ചത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതും അവ പ്രാദേശികമായി വിതരണം ചെയ്യുന്നതുമായ ശൃംഖലകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാസം 3-ാം തീയതി മുതൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് എത്തിക്കാനും കൈമാറാനുമുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അത്തരമിടങ്ങളിൽ രാത്രികാലങ്ങളിലടക്കം പോലീസ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധനകളിൽ ചില ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. വരും ദിവസങ്ങളിലും ജില്ലയിലെ ലഹരി വിപണന ഉപയോഗ സംഘങ്ങളെ പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിനായി ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമായ പരിശോധനകളോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നമ്മൾ ജില്ലയിൽ ഇതുവരെ നമ്മൾ 139 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ കണ്ടിട്ട് ഏതാണ്ട് 165 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 95 ഗ്രാമോളം MDMA സീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെത്താഫിറ്റാമിൻ 1 ഗ്രാം സീസ് ചെയ്തു. ഈ ചുരുങ്ങിയ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് 3/4 കിലോയോളം ഗഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഹാഷിഷ് ഓയിൽ ഇത് കൂടാതെ 1.82 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു സംഭവങ്ങൾ നമ്മുടെ ജില്ലയിൽ നിന്ന് അതായത് ഇവിടെ കൊണ്ടുവരുന്നത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അത് ഇത്രയും കാലം കൊണ്ട് നമ്മൾ ഇത്രയും തൂഫാന്റെ ഭാഗമായിട്ട് 3-ാം തീയതി മുതൽ 3-ാം തീയതി വരെ ഈ ദിവസം വരെയുള്ള അല്ല, അന്യ സംസ്ഥാനക്കാരുണ്ട് അതിനകത്ത്. അത് ചെറിയ കഞ്ചാവൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. പിടിച്ച ആളുകളിലാണോ ഈ കേസാണ്? രണ്ടും ഭാഗമായിട്ട് ഓൾറെഡി ക്വാർട്ടേഴ്സുകൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പോസിബിലിറ്റി ട്രാൻസ്പോർട്ടേഷൻ്റെ ഏറ്റവും സാധ്യത അവർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ചൊക്കെ നമ്മൾ രാത്രി ചെക്കിങ് ഓൾറെഡി 3-ാം തീയതി മുതൽ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ തന്നെ കിട്ടുന്ന വിവരങ്ങളാണ്. നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034071111.